ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിന് കൂട്ടാൻ പറ്റിയുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് ചക്കയുടെ കുരുവും പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയുടെ ചപ്പുമാണ്. ഇത് നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാകും, എന്നാലും ഇതുവരെ ഉണ്ടാക്കിയാത്തവർ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ചക്കയുടെ കുരുവിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ നന്നായി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം അത് ചെറുതായി അരിഞ്ഞ് വെക്കുന്നുണ്ട്. പിന്നെ അതൊരു കുക്കറിലേക്ക് ഇട്ട് അതിനുശേഷം അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേവിക്കാൻ പാകത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് കുക്കർ അടച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 വിസിൽ കഴിയുമ്പോഴത്തേക്ക് തന്നെ ചക്കയുടെ കുരു നന്നായിട്ട് വെന്ത് നമുക്ക് വേണ്ട പരുവത്തിനായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മുരിങ്ങയുടെ ചപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തണ്ടൊന്ന് ഉതിർത്തി വെച്ചിട്ടാണുള്ളത്. ഓരോന്നാക്കി അത്രയും ക്യാൻസറിനെ പോലും തടയുന്ന അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് ഈ മുരിങ്ങയുടെ ചപ്പ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ അതൊന്ന് ഉതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച ചക്കയുടെ കുരു നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായി നമുക്ക് നല്ല പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉതിർത്തി വെച്ച മുരിങ്ങയുടെ ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്രത്തോളം ചപ്പ് ഇട്ട് കൊടുക്കുന്നോ അത്രത്തോളം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡായതുകൊണ്ട് തന്നെ എത്ര നമ്മൾ ഇത് ആഡ് ചെയ്താലും നമ്മളുടെ കടിക്ക് അത്രയും നല്ലതായിരിക്കും. നമ്മൾ ഇതിൽ കുറച്ച് അധികം ചപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ടേസ്റ്റുമാണ് ഈ കറിക്ക്. അതുപോലെ തന്നെ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കടുക് വറുത്ത് വയ്ക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് കടുക് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ കടുക് താളിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്, നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മുരിങ്ങ ചപ്പും ചക്കക്കുരുവിട്ട കറിയിലേക്ക് നമ്മൾ താളിച്ച് വെച്ച ഈ കടുക് വെളിച്ചെണ്ണ കൂടി അതിൽ ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹെൽത്തി ആയിട്ട്